ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മലബാറുകാരുടെ സ്വന്തം മുട്ട മറിച്ചതാണ്. ഇത് ശരിക്കും ഒരു പഴയകാല സ്നാക്കാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വന്നാൽ, അതുപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ട തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര മുട്ട വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2, 3, 4 എത്ര വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ 6 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചിട്ട് വേണം ഷുഗർ ചേർത്ത് കൊടുക്കാൻ. ഞാനിതിപ്പോൾ 6 മുട്ടയ്ക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മധുരം ഓവറായി പോകാനും പാടില്ല, എന്നാൽ തീരെ കുറയാനും പാടില്ല. നല്ലൊരു കറക്റ്റ് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 5 ടേബിൾ സ്പൂണ് കറക്റ്റാണ്. പിന്നെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കണം. ഈ ഷുഗർ മൊത്തം നന്നായിട്ട് അലിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സിയിലൊന്നും അടിക്കണമെന്നില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു വിസ്കോ സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിൽ ഒരു പഴയ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ അടിയിൽ ഒരു തളികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം സോസ് പാൻ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഫുള്ള് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെക്കുക. അപ്പോൾ ഒരു 5 6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെച്ചാൽ അതിൻ്റെ അടിയിലേക്ക് പോയി പോകും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സെറ്റായിട്ട് വന്നാൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ നമുക്കിങ്ങനെ മുകളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 15 20 മിനിറ്റ് മതി ഇത് കുക്കായിട്ട് വരാൻ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് എല്ലാം ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര മുട്ട വെച്ചിട്ടും ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുട്ട കുറയുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈമും മാറും കേട്ടോ. അപ്പോൾ മുട്ട കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. കുറച്ച് മുട്ടയും പഞ്ചസാരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേർക്ക് ഇത് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.